ഇന്ന് ഡി രാജ MA ബേബിയുമായിട്ട് സംസാരിച്ചു. ബേബി കേരളത്തിലെ പാർട്ടി ഘടകം അത് പരസ്പരം ചർച്ച ചെയ്യട്ടെ, രണ്ട് ഘടകങ്ങളും തമ്മിൽ ചർച്ച ചെയ്യട്ടെ എന്നുള്ള നിലയിലുള്ളൊരു മറുപടിയാണ് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബേബി ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചതായിട്ടാണ് എനിക്കതിൽ നിന്ന് തോന്നുന്നത്. ഇല്ലെങ്കിൽ അങ്ങനൊരു നിസ്സഹായ അവസ്ഥ അല്ല ഡി രാജ ആ വിഷയത്തിൻ്റെ ഗൗരവം പറഞ്ഞപ്പം പ്രകടിപ്പിക്കേണ്ടുന്നത്. ഗൗരവമായിട്ട് അതിനകത്ത് ഇടപെടണം. കാരണം CPIMൻ്റെ ദേശീയ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം എടുക്കുമ്പോൾ ആ നിലയിലായിരുന്നു ഒരു ഇടപെടൽ വേണ്ടുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ അവരുടെ പാർട്ടിക്ക് എന്തെങ്കിലും പുതുതായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴറിയില്ല. നിസ്സഹായത എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് CPIMൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല, അത് കഴിയുന്നില്ല എന്നുള്ളതല്ലേ. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. അത് ബേബിക്ക് മാത്രമല്ലേ പറയാൻ കഴിയൂ. എന്തായാലും ഒരു സംസ്ഥാനത്തെ ദേശീയ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തെ ഒരു മന്ത്രി നീങ്ങിയപ്പോൾ അതിൽ ഇടപെടാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടാം എന്നുള്ള നിലയിൽ പറയേണ്ടുന്നതായിരുന്നു. ഇപ്പം സ്റ്റേറ്റിലെ പാർട്ടികൾ രണ്ട് പാർട്ടിയുടെയും ലീഡർഷിപ്പ് തമ്മിൽ ചർച്ച ചെയ്യട്ടെ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അതിനി എന്തെങ്കിലും ഡയറക്ഷൻ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ എനിക്കറിയില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നും നാളെയുമായിട്ടൊക്കെ അത് പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രതികരണം എടുത്ത മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായത് ഈ പദ്ധതിയിൽ നിന്നൊരു കാരണവശാലും സർക്കാർ പിന്നാക്കം പോകില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പലതവണ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ CPIMൻ്റെയും ഇന്ത്യയിലെ ലെഫ്റ്റ് പാർട്ടികളുടെയും നയത്തിന് വിരുദ്ധമായ നിലപാട് എടുക്കുന്നു എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അത് പിന്നെ എന്ത് വേണമെന്നുള്ളത് പാർട്ടി ആലോചിക്കട്ടെ. അതല്ല, ഇത് സംബന്ധിച്ച് ചർച്ച MA ബേബിയുമായി ഡി രാജ നടത്തിയ ചർച്ച ഡി രാജ എക്സിക്യൂട്ടീവിൽ ബ്രീഫ് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ അഭിപ്രായം പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതായത് ദേശീയ നേതൃത്വത്തെ പോലെ ഭരിക്കുന്നതാണ് കേരളത്തിലെ ഒരു മന്ത്രി എന്ന വിലയിരുത്തലില്ലേ? അതൊക്കെ അത്തരം വിലയിരുത്തലൊക്കെ അതാത് പാർട്ടികൾ നടത്തട്ടെ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ അതിനകത്ത് ഇടപെടാനും അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ദേശീയ നേതൃത്വത്തിലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ബേബി അതിന് ശ്രമിക്കും എന്നുള്ള ചിന്തയിലാണ് രാജ ആ ഡിസ്കഷന് വേണ്ടി പോയത്. ഇന്നലത്തെ ഉള്ള താങ്കളുടെയും അതേപോലെ ഡി രാജയുടെയും ഒക്കെ മാധ്യമങ്ങളോട് ഉള്ള സംസാരങ്ങൾ മനസ്സിലായത് ദേശീയ നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ CPM ദേശീയ നേതൃത്വത്തിൽ നിന്ന് നീതി ലഭിക്കും, അല്ലെങ്കിൽ CPM ദേശീയ നേതൃത്വം ദേശീയ തലത്തിലുള്ള ഒരു നീതി CPIക്ക് ലഭിക്കും എന്നതായിരുന്നു. പക്ഷേ ആ തരത്തിൽ ഉണ്ടായില്ല. അല്ലല്ല, അതിനകത്ത് CPIക്ക് നീതി ലഭിക്കുന്നതല്ല വിഷയം. അത് CPIയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കക്ഷിക്ക് നീതി ലഭിക്കുന്നതിനെ കുറിച്ചല്ല. BJPയുടെയും RSSൻ്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത്. അതിൽ നിന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും വിദ്യാഭ്യാസ മേഖലയെ രക്ഷിച്ചെടുക്കണമെന്നുള്ളത് രണ്ട് പാർട്ടികളുടെയും ദേശീയ നയത്തിൻ്റെ ഭാഗമാണ്. അതിനനുസരിച്ചുള്ളൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത് CPIയുടെ മാത്രമായ ഒരു വിഷയമല്ല. അത് ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു കടമയുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു കത്ത് കൊടുക്കുകയും ആ നടപടിയെടുക്കുകയും ചെയ്യും. സഖാവേ, ഒരു കാര്യം, ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നാലും അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയിരുന്നാലും അവരുടെ പ്രതികരണങ്ങളിൽ ഈ PMCയിൽ നിന്ന് പിന്മാറുമെന്ന് പറയുന്നില്ല. കാര്യം രണ്ടുപേരും ഇതിൻ്റെ സാങ്കേതികത്വം പറഞ്ഞാണ് ഇതിൽ ഒപ്പുവെച്ചതിനെ ന്യായീകരിക്കുന്നത്. അപ്പോൾ ഇതിന് സംസ്ഥാന ഘടകങ്ങൾ ഇതിലൊരു തീരുമാനമെടുക്കട്ടെ എന്ന് പറയുമ്പോൾ CPIയുടെ വാമൂടി കെട്ടാനുള്ള തീരുമാനമാണോ? അല്ല, അതിൻ്റെ പേരിൽ CPIയുടെ വാമൂടി കെട്ടാനൊക്കത്തില്ലല്ലോ. CPMൻ്റെ ലീഡർഷിപ്പ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പേരിൽ CPIയുടെ വാമൂടി കെട്ടുന്നത് എങ്ങനെ? CPI അങ്ങനെ ആണെങ്കിൽ പിന്നെ 27-ാം തീയതി സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ യോഗം വിളിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. ഇപ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള ഡെവലപ്മെൻറ്റ്സൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ട് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കും. ഏതായാലും ഇത് പിൻവലിക്കണം എന്ന കാര്യം ഇപ്പോൾ പിറകോട്ടില്ല CPIയുടെ നിലപാട് എന്ന് തന്നെയല്ലേ? നിശ്ചയമായിട്ടും അതിൽ തർക്കമൊന്നുമില്ല. MOU ഒപ്പിട്ടത് രണ്ട് തരത്തിലും തെറ്റാണ്. ഒന്ന് പൊളിറ്റിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ CPM പാർട്ടികൾ അംഗീകരിച്ചിട്ടുള്ള ദേശീയ നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. അത് പുറകോട്ട് പോക്കാണ്. വെറും പുറകോട്ട് പോക്കലല്ല, ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഒരു ഭാഗമാണ് NEP എന്ന്
അംഗീകരിച്ചിട്ടുള്ള രണ്ട് പാർട്ടികളാണ്. അതുകൊണ്ട് അത് തീരെ നിസ്സാരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ മാത്രം വിഷയമല്ല. രണ്ട് ക്യാബിനറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് ആ ഐറ്റം. ക്യാബിനറ്റിൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു ഐറ്റത്തിന്മേൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥയോ ഒരു മന്ത്രിയോ തീരുമാനമെടുക്കുന്നത് റൂൾസ് ഓഫ് ബിസിനസ്സിനും വിരുദ്ധമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ടെക്നിക്കലായിട്ടാണെങ്കിലും നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും അതും തെറ്റാ. രണ്ട് വിഷയമുണ്ട് അതിനകത്ത്. ഒന്ന് പൊളിറ്റിക്കൽ, മറ്റൊന്ന് നടപടിക്രമങ്ങളുടെ റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ ലംഘനം. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് സർക്കാർ ഇങ്ങനെ തിടുക്കപ്പെട്ട, അതായത് LDFിൻ്റെ ഘടകകക്ഷികളുമായി പോലും കൂടിയാലോചിക്കാതെ CPM ഇത്ര തിടുക്കപ്പെട്ട് ഇതുമായി മുന്നോട്ട് പോയത്, ഒപ്പിട്ടതിൻ്റെ പിന്നിലെ എന്താണ് അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ? അല്ല, അത് ഒപ്പിട്ടവരാണ് പറയേണ്ടുന്നത്. ദേശീയ നയത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടായാലും വേണ്ടത്ര പിന്നെ ഒരു കൂട്ട് മുന്നണി ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ആ മുന്നണിയുടെ എത്തിക്സിനും വിരുദ്ധമായി ക്യാബിനറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് തിടുക്കപ്പെട്ട് എന്തിനാണ് MOU ഒപ്പിട്ടതെന്നുള്ളത് അവരാണ് വിശദീകരിക്കേണ്ടത്. ഒപ്പിട്ടവരും അതിന് തീരുമാനമെടുത്തവരുമാണ് വിശദീകരിക്കുന്നത്. MA പറഞ്ഞത് CPI കുത്തിക്കൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ PM ഉഷ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു തന്നെയാണ് BJP മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാനുമായിട്ട് ഒപ്പുവെച്ചത്. അന്ന് കാണിക്കാത്ത അല്ലെ അതിനൊരു വിഷയം ഉണ്ടായില്ല. ഈ രീതിയിലാണ് ന്യായീകരിച്ചത്. ഒരു പറഞ്ഞ കാര്യം BJP മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമായിട്ട് തന്നെയാണല്ലോ അന്ന് ഒപ്പിട്ടത് എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മന്ത്രിയായിട്ടല്ലല്ലോ, സെക്രട്ടറിമാർ തമ്മിലല്ലേ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ സെക്രട്ടറിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പിന്നെ പ്രിൻസിപ്പൽ എഡ്യൂക്കേഷൻ സെക്രട്ടറിയുമായിട്ടല്ലേ ഒപ്പിട്ടത്. അത് തമ്മിലാണല്ലോ ഒപ്പിട്ടത്. ആരൊപ്പിട്ടു എന്നുള്ളതല്ല, എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് വേറെ സാങ്കേതികമായിട്ട് നിയമപ്രകാരമായിട്ടുള്ള വിഷയമുണ്ട്. അല്ല, അന്ന് എതിർക്കാത്തതല്ല. അത് 2020 NEP 2020 ഹിന്ദുത്വ വർഗീയ അജണ്ടയാണ് വിഷയം. അത് നടപ്പിലാക്കാൻ അതിന് ഈ MOUയിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആ MOUയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നാഷണൽ കരിക്കുലം ആയിരിക്കും ഈ സ്കൂളുകളിൽ ഫോളോ ചെയ്യുന്നത് എന്നാണ്. നാഷണൽ കരിക്കുലം അല്ലെങ്കിൽ പുതിയ NEP 2020 അടിസ്ഥാനത്തിൽ രൂപീകൃതമാകുന്ന സ്റ്റേറ്റ് കരിക്കുലം എന്ന് പറഞ്ഞാൽ ആ കരിക്കുലത്തിനാണ് അതിലെ ഏറ്റവും പ്രാധാന്യം. ആ കരിക്കുലം കമ്മ്യൂണലൈസേഷനുള്ള കരിക്കുലമാണ്. അതിനെ LDF ലെഫ്റ്റ് പാർട്ടികൾ അംഗീകരിക്കുന്നില്ല, CPI CPM അംഗീകരിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം.